എല്ലാവർക്കും അഭിശ്രീ ഹോംമെയ്ഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൃഷിയുടെ വീഡിയോ അല്ല, ഒരു വെറൈറ്റി വീഡിയോയാണ്. എൻ്റെ ബുദ്ധിയിൽ തോന്നിയ ഒരു കുഞ്ഞൊരു ഐഡിയയാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പം ആ കമൻറ്റ് അനുസരിച്ച് തിരുത്താം. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതിന് വേണ്ടി ഞാനൊരു ചെടിച്ചട്ടിയാണ്, ഞങ്ങൾ ഫൈബർ ഗ്ലാസ് ചെയ്ത ഒരു ചെടിച്ചട്ടി, നല്ല സ്ട്രോങ് ഉള്ള ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഒരു മുള, ഇത്രയും നീളമുള്ള ഒരു മുള ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നേരത്തെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലാസ്റ്റിക് നിലത്ത് വിരിച്ചിട്ടിരുന്നതാണ്. നിലത്തെന്ന് പറഞ്ഞാൽ ചെടിച്ചട്ടി ഇതിൻ്റെ പുറത്തെടുത്ത് വെച്ചേക്കുമായിരുന്നു. പോച്ച കളിക്കാതിരിക്കാനായിട്ട് നമ്മളിത് നിലത്ത് വിരിച്ചിടുമല്ലോ, ആ പ്ലാസ്റ്റിക്കാണ്. നമ്മൾ വെറുതെ കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പം ഞാൻ ആ മുളയിൽ പ്ലാസ്റ്റിക് കവർ ഞാൻ ഒട്ടിച്ച് വെച്ചേക്കുക. ഇപ്പം അത് ആ മുള എടുത്തിട്ട് ഈ ചട്ടിയുടെ നടുക്കായിട്ട് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ, കുറേ കല്ല് വാരി ഞാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെച്ചേച്ച് കുറച്ച് കല്ലുണ്ട്, മണ്ണുണ്ട്. അപ്പം ഇതിങ്ങനെ ഈ ചട്ടിയുടെ നടുക്ക് സെൻറ്റർ ഭാഗം വെച്ചിട്ട് ഈ മണ്ണൊക്കെ ഇട്ടൊന്ന് ഉറപ്പിക്കാം. ചട്ടിയിൽ മുള നട്ടിട്ട് അതിൽ അതിൻ്റെ ചുവട്ടിൽ മണ്ണും നിറച്ചിട്ടുണ്ടല്ലോ. അതിൽ ഞാൻ ടർട്ടിൽ വൈനാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഹാങ്ങിങ് പ്ലാന്റ് ടർട്ടിൽ വൈൻ ഉണ്ടല്ലോ, അത് ഞാൻ അതിൻ്റെ ചുവട്ടിൽ ചുറ്റിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കി പരിപാടി. ഇത് കണ്ടോ, ഇത് ഞാൻ മുളഞ്ചില്ലി കൊണ്ട് ഉണ്ടാക്കിയതാണ്, ഞാൻ തന്നെ ഉണ്ടാക്കിയത്. ഇതിനകത്ത് കുപ്പിയുണ്ട്, 1 ലിറ്ററിൻ്റെ ബിസ്ലറി കുപ്പിയുണ്ടല്ലോ, ആ കുപ്പിയുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ മുകളിൽ ഒരു സൈഡിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിനകത്ത് മണ്ണ് നിറച്ച് ഞാൻ ഈ ചെടി നട്ടതാണ്. അപ്പം ഇത് 2-3 മാസത്തോളമായി ഞാൻ നട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് കിളുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കയറ് കൊണ്ടാണ് കെട്ടി വെച്ചേക്കുന്നത്. പക്ഷെ വലിയ രസമില്ല, കാണാനൊരു ഭംഗിയില്ല. എന്നാലും എനിക്കിങ്ങനത്തെ ഇതൊക്കെ ചെയ്യുന്നത് ഇഷ്ടമാണ് കേട്ടോ. വെറുതെ സമയം കളയാതെ പിന്നെ അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞാൽ ഇപ്പോൾ പകൽ ചൂടായതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങിയ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ സമയത്ത് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചാണ്. അപ്പോൾ ഇത് നേരത്തെ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. അപ്പം ഞാൻ ഈ കവർ കൊണ്ട് കെട്ടിയ മുളയിൽ ഇത് ഞാൻ ഇങ്ങനെ അങ്ങ് തൂക്കിയിടുവാണ്. ഈ ചെടി ഇങ്ങനെ അങ്ങ് തൂക്കിയിടുക. ഇതങ്ങനെ അങ്ങ് തൂക്കിയിട്ടു. ഇനി അടുത്തത് അതേപോലെ തന്നെ വേറെ ഒരെണ്ണമാണ്. രസമുണ്ടേ അല്ലേ, ആ വരയും ഒക്കെ എന്ത് ഭംഗിയാണ് ഇത് കാണാൻ. ഒത്തിരി മെനക്കെടൊന്നുമില്ല. മെനക്കെടെന്ന് പറഞ്ഞാൽ മെനക്കെടുണ്ട് താനും. ഈ മുളഞ്ചില്ലിയൊക്കെ കട്ട് ചെയ്തിട്ട് വെച്ച് കെട്ടുമ്പോൾ ഉണ്ടല്ലോ, കെട്ടാൻ പറ്റത്തില്ല. അത് ഗമ്മ് കൊണ്ട് ഒട്ടിക്കുന്നതല്ലല്ലോ. ഈ കറക്റ്റ് ആ കുപ്പിയുടെ അളവിനെന്ന് പറഞ്ഞാൽ റൗണ്ടിന് വെച്ച് വരുമ്പോഴത്തേക്ക് ഒരു സൈഡ് വെച്ച് കെട്ടുമ്പോൾ ഒരു സൈഡ് ഇങ്ങനെ ഓരോന്നിങ്ങനെ ഇളകിപ്പോവും. പിന്നെ അത് ക്ഷമയോടെ ഇരുന്ന് കെട്ടണം. എനിക്ക് ഒത്തിരി ക്ഷമയുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഈ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ക്ഷമയോടെ ഇരുന്ന് ഞാൻ ഉണ്ടാക്കിയതാണിത്. രസമുണ്ടല്ലേ. ഗമ്മ് കൊണ്ട് ഒട്ടിച്ചതല്ല, ഞാൻ കയറ് കൊണ്ടാണ് 2 സൈഡും കെട്ടി വെച്ച് ഞാൻ അത് പിന്നെ ആ തൂക്കിയിടാനായിട്ട് ആ കയറും കൂടെ കെട്ടിയത്. ഇനി അടുത്ത് വേറെ നേരെ വെച്ച് കെട്ടിയതാണ്, മുളഞ്ചില്ലി വെച്ച് കെട്ടിയത് കുപ്പി. ഇത് ഞാൻ കട്ട് ചെയ്ത് കേട്ടോ. മണ്ടഭാഗം അടപ്പ് വെക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ഞാനത് കട്ട് ചെയ്തിട്ട് പകുതി 3/4 ഭാഗം മാത്രമേ ഞാൻ ആ കുപ്പി എടുത്തിട്ടുള്ളൂ. അപ്പം ഇതും കൊള്ളാം അല്ലേ, നല്ല രസമുണ്ട്. ഇത് ഇനി ഒന്ന് കട്ട് ചെയ്തിട്ട് കറക്റ്റ് റൗണ്ടിനൊന്ന് കട്ട് ചെയ്യണം, അപ്പം നല്ല രസമായിരിക്കും കാണാൻ. ഈ ചെടിയാണ് ഫിറ്റോണിയുടെ പച്ചയാണ്, നടുക്ക് വരെയുള്ള ഫിറ്റോണിയ. രസമുണ്ട്. അത് ഞാൻ കുപ്പിയുടെ പകുതിയേ എടുത്തിട്ടുള്ളൂ. കണ്ടോ, അതും രസമുണ്ട്. ചെടിയാണ്. ഇതിനൊന്നും വലിയ വെയിൽ വേണ്ടല്ലോ. ഇതും അതുപോലെ തന്നെ 3.5 മാസത്തോളമായി. അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്രഷ് ആയിട്ടിരിക്കുന്നത്. ഇതിന് ഞാൻ വളമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ഞാൻ സാഫ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിൽ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇത് പൂക്കാനും കായ്ക്കാനും ഒന്നും ഇതിൽ വളമിടേണ്ട കാര്യമില്ലല്ലോ. കഞ്ഞിവെള്ളമൊക്കെ പുളിപ്പിച്ച് കടലപ്പിണ്ണാക്കൊക്കെ കൃഷിക്ക് ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഇതിനകത്തിന് ഇച്ചിരി ഒഴിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഈ കയറെന്ന് പറഞ്ഞാൽ ഇത് മേടിച്ചതല്ല കേട്ടോ, ഇത് ചേട്ടൻ മേടിച്ച് വെച്ചതിനകത്തൊന്ന് ഞാൻ ഇച്ചിരി അടിച്ച് മാറ്റിയതാണ്. ഇത് ഇങ്ങനെ കെട്ടി തൂക്കാൻ വേണ്ടിയിട്ടേ. അപ്പം രസമുണ്ടല്ലേ ചെടികളൊക്കെ കാണാനും. ഇങ്ങനെ സിമ്പിളായിട്ട് ഒരു ചിലവൊന്നുമില്ല. ചിലവെന്ന് പറഞ്ഞാൽ ഈ കയറ് മേടിക്കാൻ മാത്രമേ ഉള്ളൂ, പിന്നെ സമയം മെനക്കെടണമെന്നേ ഉള്ളേ. അപ്പം രസമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയേ ഉള്ളൂ. താങ്ക് യു. അവിടെ വെച്ചിരുന്ന ആ ചെടിയൊക്കെ എടുത്ത് ആ ചട്ടിയോടെടുത്ത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഒത്തിരി വെയിലില്ലാത്ത സ്ഥലത്ത് കൊണ്ടുവന്ന് ഞാൻ വെച്ചേക്കുക. എൻ്റെ ചെടികളെല്ലാം വെച്ചേക്കുന്ന സ്ഥലത്തായിട്ട് കൊണ്ടുവന്ന് ഞാൻ വെച്ചേക്കും.